അതീവം വേദനാജനകം തന്നെ പറയട്ടെ, ഇന്ന് ക്രിസ്മസ് ആഘോഷ സമ്മേളനങ്ങൾ നിരോധിക്കപ്പെടുന്നു. പുൽക്കൂട് നിർമ്മാണങ്ങൾ തടസ്സപ്പെടുത്തപ്പെടുന്നു. കരോൾ സംഘങ്ങൾ ആക്രമിക്കപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത 25 നോയമ്പ് ആചരണത്തിൻ്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. ക്രൈസ്തവർ മാത്രമല്ല, സുമാനസരും സൽസ്വഭാവികളുമായ ജനകോടികൾ തന്നെ യേശുവിൻ്റെ പിറവി തിരുനാളിനുള്ള ഒരുക്കത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. പുൽക്കൂട് നിർമ്മാണം തകൃതിയായിട്ട് നടക്കണം. നക്ഷത്ര ദീപാലങ്കാരങ്ങൾ, കരോൾ ഗാനം, ആലാപനം എല്ലാം മത്സരബുദ്ധിയ അരങ്ങേറുകയും ചുറ്റുപാടുകളും ശബ്ദമുഖരിതമാക്കുകയും ചെയ്യാം. സാന്താക്ലോസുമാർ സ്ഥിര കാഴ്ചകളാണ്. ഇതെല്ലാം നഗരഹൃദയങ്ങളിൽ മാത്രമല്ല, താരതമ്യേന അവികസിതങ്ങളായ നാട്ടിൻപുറങ്ങളിൽ പോലും സ്ഥിര കാഴ്ചയാണ്. ബാഹ്യമായ ഇത്രയേറെ ആകർഷകമായ അലങ്കാരങ്ങളുടെ ആഘോഷങ്ങളുടെ ഇടയിൽ ക്രിസ്മസിൻ്റെ യഥാർത്ഥത്തിലുള്ള ആത്മീയമായ അർത്ഥതലങ്ങൾ അവഗണിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചറിയേണ്ടത്, പുനർവിചിന്തനം നടത്തേണ്ടത്, ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് വിശ്വാസികളായ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ദൈവം തമ്പുരാൻ ഒരു പ്രഖ്യാപനം നടത്തി. അതൊരു രക്ഷാകര പദ്ധതിയുടെ വിളംബരം ചെയ്യലായിരുന്നു. തൻ്റെ പുത്രനെ അയക്കും വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക്. ദൈവപുത്രൻ മനുഷ്യപുത്ര രൂപം ധരിക്കുന്നു. ആ മനുഷ്യപുത്രൻ മരിക്കാനായി അവതരിച്ചവനാണ്. മരിച്ച് മറ്റുള്ളവർക്ക് ജീവനുണ്ടാകാൻ ദൈവപുത്രനായ യേശുക്രിസ്തു മനുഷ്യപുത്രനായി ജീവിച്ചിരുന്ന കാലത്ത് തൻ്റെ പ്രബോധനങ്ങളിൽ മനുഷ്യപുത്രർ ദൈവപുത്രരായി മാറാനുള്ള ഒരു മഹാസൂക്തവും സൂത്രവും പരിശീലിപ്പിച്ചു. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കുടിക്കുക. ഞാൻ നൽകുന്ന ആത്മാവിനെ സ്വീകരിക്കുക. എൻ്റെ ശരീര രക്തങ്ങൾ സ്വന്തമാക്കുക. എൻ്റെ വചനമനുസരിക്കുക. എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുക. എന്നിൽ വിശ്വാസമർപ്പിക്കുക. യേശുവിൻ്റെ വാഗ്ദാനങ്ങൾ, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രനായിരുന്ന മനുഷ്യപുത്രനായി തീർന്ന യേശു മനുഷ്യപുത്രരായ നമ്മെ ദൈവപുത്രരാക്കാൻ വേണ്ടി നൽകിയ മാർഗമാണ് ഒരു പുതിയ പിറവി. മരിക്കാൻ വേണ്ടി വന്നവർ, മരിക്കേണ്ടവരായ നമുക്ക് യഥാർത്ഥത്തിൽ നിത്യമായി മരിക്കാതിരിക്കാനുള്ള മാർഗമാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് പുൽക്കൂട്ടിൽ പള്ളികൊള്ളുന്ന പൊന്നുണ്ണിയുടെ പാവനമേനിയുടെ ചാരുത കൂട്ടാനല്ല, നമ്മുടെ തന്നെ ജീവിത വിശുദ്ധിയുടെ ഗുണം അളവ് വർദ്ധിപ്പിക്കുവാൻ ആണല്ലോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ സത്യം അംഗീകരിച്ചുകൊണ്ടാണ് അത്തനേഷ്യസ്, അംബ്രോസ് പോലുള്ള സഭാപിതാക്കന്മാർ ക്രിസ്മസിൽ ദൈവ മനുഷ്യനായത് മനുഷ്യരെ ദൈവതുല്യരാക്കാനാണ് എന്ന് ഉപദേശിക്കുന്നതിലൂടെ അർത്ഥമാക്കിയതും ലക്ഷ്യം വെച്ചതും. കർത്താവിൻ്റെ ഈ പിറവി തിരുനാൾ ആഘോഷിക്കുന്ന, അനുസ്മരിക്കുന്ന ഈ ശുഭദിനത്തിൽ അവിടുത്തെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലും
ജനനത്തിൽ എന്നതുപോലെ സമാനതകളില്ലാത്ത ചരിത്രത്തിൽ നാം പരിചയപ്പെടുന്ന, കണ്ടുമുട്ടുന്ന, മറ്റാരുടെ ജീവിതത്തിലും കാണാൻ കഴിയാത്ത വ്യതിരിക്തതയാർന്ന ചില തനിമകൾ പിറവിയിലും മരണത്തിലും നമുക്ക് കാണാൻ കഴിയും. യേശുവിൻ്റെ പിറവിയുടെ വിശദാംശങ്ങളൊക്കെ പ്രവചിതമായിരുന്നു. ഇസയാസിൻ്റെയും മിക്കാ പ്രവാചകന്റെയും ഒക്കെ കൃതികൾ നമ്മളത് കാണുന്നു. എല്ലാം പ്രവചിക്കപ്പെട്ടതുപോലെ. മത്തായിയുടെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് ജനനത്തോട് ബന്ധപ്പെട്ട ആദ്യ അധ്യായങ്ങളിലൊക്കെ എത്രയോ പ്രാവശ്യമാണ് പഴയ നിയമത്തിൽ പറഞ്ഞതുപോലെ, പ്രവാചകന്മാർ അറിയിച്ചതുപോലെ ഇത് നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. മരണവും അങ്ങനെ തന്നെയാണ്. സവിശേഷതകളുള്ള, സമാനതകളില്ലാത്ത ഒരു മരണത്തിന്റെ ഉടമയും കൂടിയാണ് നമ്മുടെ കർത്താവ്. മാർക്കസ് ഔറേലിയസിന്റെ ഒരു റോമൻ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, മെഡിറ്റേഷൻസ്, മനനങ്ങൾ. അദ്ദേഹം അവസാനത്തിൽ പറയുന്നത് ഒരു പ്രത്യേക കാര്യമാണ്, മരണത്തെക്കുറിച്ചാണ്. ആരാണ് ഏറ്റവും ഭാഗ്യപ്പെട്ടു മരിക്കുന്നത്? ആരുടെ മരണമാണ് ഏറ്റവും ഭാഗ്യമുള്ളത്? പുസ്തകത്തിന്റെ അവസാന ഭാഗമാണ്. അദ്ദേഹം പറയുന്നു, എന്തിനു വേണ്ടി, ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി ഇവിടെ ജീവിച്ച അതെല്ലാം ചെയ്തു തീർത്തു എങ്കിൽ കൃതാർത്ഥതയോടെ, ചരിതാർത്ഥ്യത്തോടുകൂടെ മരിക്കാൻ ആർക്കാണോ കഴിയണത് അവരുടെ മരണമാണ് ഏറ്റവും ഭാഗ്യപ്പെട്ടത്. എങ്കിൽ യേശു ക്രിസ്തുവിനെ പോലെ, പിതാവേ അങ്ങ് എന്നെ ഭരമേൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും ഞാൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് എൻ്റെ ആത്മാവിനെ അങ്ങേ തൃക്കരങ്ങളിലേക്ക് ഞാൻ ഇത് തിരിച്ച് കയ്യാളിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ ആത്മനിർവൃതിയോടെ, ഈ ചാരിതാർത്ഥ്യത്തോടെ, കൃതാർത്ഥതയോടെ മരണം വരിച്ച ഒരാളെ കുറിച്ചും ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ മരണം, ശ്രീ ബുദ്ധന്റെ ദേഹവിയോഗം, വർദ്ധമാന മഹാവീരന്റെ അന്ത്യനാളുകൾ, മുഹമ്മദ് നബിയുടെ ഈ ലോകത്തിൽ നിന്ന് തിരിച്ചുപോ, ഇവരാരും, ഒരു മനുഷ്യനും ബോധപൂർവം തന്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മരണം സ്വന്തമാക്കിയിട്ടില്ല. പിറവിയിലും മരണത്തിലും സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു യേശു ക്രിസ്തു. നിർഭാഗ്യകരെന്ന് പറയട്ടെ, അതീവം വേദനാജനകം എന്ന് തന്നെ പറയട്ടെ, ഇന്ന് ക്രിസ്മസ് ആഘോഷ സമ്മേളനങ്ങൾ നിരോധിക്കപ്പെടുന്നു. ഒരു മതേതര റിപ്പബ്ലിക്കൻ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇടയിൽ സംഭവിക്കണം. പുൽക്കൂട് നിർമ്മാണങ്ങൾ തടസ്സപ്പെടുത്തപ്പെടുന്നു. കരോൾ സംഘങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഈ ലോകത്തിലുള്ള സകലമാന മനുഷ്യരും, കറുത്തവരോ വെളുത്തവരോ ആണോ പെണ്ണോ പാശ്ചാത്യരോ പൗരസ്ത്യരോ ആരുമാകട്ടെ, എല്ലാവരും ദൈവമക്കളാണെന്ന് സാഹോദര്യത്തിന്റെ, മാനവികതയുടെ സ്വർഗീയമായ സന്ദേശം സമ്മാനിച്ച സമാധാനത്തിന്റെ രാജാവായ യേശുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട ആഘോഷങ്ങളും ആചരണങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തണമെങ്കിൽ എന്തുമാത്രം അപരിഷ്കൃതരും പ്രാകൃതരുമായ ആളുകളായി ഇവരൊക്കെ അധപ്പതിച്ചിട്ടുള്ളവരാകണം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വ്യക്തിയെയും ഒരു പ്രത്യേക പുസ്തകത്തെയും കുറിച്ച് കൂടി 1-2 ചിന്തകൾ പങ്കുവയ്ക്കുകയാണ്. 1960 നിക്കോസ് കസാൻസാക്കിസ് പ്രസിദ്ധീകരിച്ച ബൃഹത് ഗ്രന്ഥമാണ് പുനർക്രൂശീകൃതനായ ക്രിസ്തു, ദ റീക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. ആ പുസ്തകത്തിന്റെ അവസാനത്തിൽ ഗ്രന്ഥകാരൻ ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതൊരു ആശംസയാണ്. അത് ഇങ്ങനെയാണ്:
അല്ലയോ ക്രിസ്തുനാഥ, അങ്ങ് വീണ്ടും അവതരിക്കണം, അങ്ങ് വീണ്ടും വരണം. ആദ്യം ഒരിക്കൽ അങ്ങ് വന്നു, പക്ഷെ വന്നത് മരിക്കാനായിരുന്നു, ക്രൂശിൽ കിടന്ന് പടഞ്ഞു മരിക്കാനായിരുന്നു. അതങ്ങ് ചെയ്തു. ഇപ്പോഴും ആ കുരിശു മരണം പല രീതിയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി അങ്ങ് വരേണ്ടത് മരിക്കാനല്ല, ക്രൂശിക്കപ്പെടാനല്ല. അങ്ങ് അവതരിക്കേണ്ടത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനവരതകാലം കുടികൊള്ളാനാണ്. അങ്ങനെ കുടികൊള്ളാൻ, മരിക്കാനല്ല, ഞങ്ങളിൽ വസിക്കാൻ യേശുനാഥ വരണമേ. ഈശോയെ, എന്നിലേക്ക് വരണമേ, എന്നിൽ വസിക്കണമേ. നമുക്കും പ്രാർത്ഥിക്കാം. പ്രകാശമായി പ്രത്യക്ഷപ്പെടുന്ന ദൈവപുത്ര, അങ്ങേക്ക് പ്രണാമം. സ്നേഹസ്വരൂപനായ സർവേശ സൂനുവേ, അങ്ങേക്ക് സ്തുതി. സമാധാനത്തിൻ്റെ ദൂതനും മഹാപ്രവാചകനുമായവനെ, അങ്ങേക്ക് ആരാധന. പാപങ്ങൾക്കൊക്കെ പരിഹാരമനുഷ്ഠിച്ച് ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും സമഗ്രതയിൽ സമ്പൂർണരാക്കാൻ, സ്വതന്ത്രരാക്കാൻ ഇവിടേക്ക് പിറന്നു വരുന്ന യേശുവേ, അങ്ങേക്ക് സ്തുതി. മണ്ണിനെയും വിണ്ണിനെയും കൂട്ടിയിണക്കുന്ന സ്വർണ്ണക്കണ്ണിയായി ഉണ്ണി ഈശോ മണ്ണിൽ അവതീർണനായ ഈ പുണ്യദിനത്തിൽ ദൈവത്തിൻ്റെ സ്നേഹാശീർവാദങ്ങളും സവിശേഷ അനുഗ്രഹങ്ങളും കൊണ്ട് അവിടുന്ന് സ്വപുത്രനായ യേശു ക്രിസ്തു വഴി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പിറവി തിരുനാളിൻ്റെ മംഗളാശംസകൾ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു.